പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് വനിതാ സംവരണത്തിൻ്റെ മറവിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തെ ആകെ മാറ്റിമറിക്കുന്ന മണ്ഡല പുനർനിർണയ ബില്ലിനെ സംബന്ധിച്ചാണ്. BJP സർക്കാർ ഹിന്ദുത്വ അജണ്ടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സർക്കാരാണ്. RSSൻ്റെ അജണ്ട എന്നത്, ഹിന്ദുത്വത്തിൻ്റെ അജണ്ട എന്നത് ഇന്ത്യയിൽ ഹിന്ദു മതാധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അവർ വർത്തമാനത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അന്വേഷിച്ചു പോകുന്നത് സുവർണ ഭൂതകാലത്തിലേക്കാണ്. ആ സുവർണ ഭൂതകാലത്തിൻ്റെ പുനരാനയം എന്ന് പറയുന്നത് ദളിതരോട് മാത്രമല്ല, സ്ത്രീകളോടും അങ്ങേയറ്റം നിഷിദ്ധമായ വിദ്വേഷപൂർണമായ സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് RSSൻ്റേത്. ഇന്നലെ നമ്മുടെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല്, നമ്മുടെ ഭരണഘടനയുടെ 131 ഭേദഗതി ബില്ല്, നിയമമന്ത്രിയും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും അവതരിപ്പിച്ച 3 ബില്ലുകൾ. ഈ ബില്ലുകൾ യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? രാജ്യത്തെ സ്ത്രീകൾക്ക് ഭരണത്തിൽ, രാഷ്ട്രീയത്തിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതല്ല. 2023 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പാർലമെൻറ്റ് ഏകകണ്ഠമായി, ആർക്കും എതിർപ്പില്ലാതെ, ഭരണപ്രതിപക്ഷങ്ങൾ ഒന്നിച്ച് പാസ്സാക്കിയതാണ് വനിതാ സംവരണ നിയമം. 2024 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33% സ്ത്രീ സംവരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടവരാണ് ഇടതുപക്ഷ പാർട്ടികൾ. CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിശക്തമായി 2023 ലോക്സഭ പാർലമെൻറ്റ് പാസ്സാക്കിയ നമ്മുടെ വനിതാ സംവരണ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണ തത്വങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ BJP അതിന് തയ്യാറായില്ല. എന്താണ് നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്? 2026 പുതിയ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വനിതാ സംവരണം നടപ്പാക്കുക. വനിതാ സംവരണവും മണ്ഡല പുനർനിർണയവും ഞങ്ങൾ ഒന്നിച്ച് നടപ്പാക്കും. എന്നാൽ 2026 വനിതാ സംവരണ ജനസംഖ്യാ കണക്കെടുപ്പ്, കാനേഷ്മാരി എന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം റദ്ദ് ചെയ്തുകൊണ്ടാണ് ഒരു സെൻസസും നടത്താതെ 2011 ജനസംഖ്യാ കണക്കെടുപ്പിനെ അടിസ്ഥാനമാക്കി രാജ്യത്ത് മണ്ഡല പുനർനിർണയം നടത്താനുള്ള തീരുമാനം ഹിന്ദുത്വ സർക്കാർ എടുത്തിരിക്കുന്നത്. എന്താണ് ഹിന്ദുത്വ സർക്കാരിൻ്റെ ഈ മണ്ഡല പുനർനിർണയ ഭേദഗതി നീക്കങ്ങൾക്ക് പിറകിലുള്ളത്? ഈ ഭരണഘടനാ ഭേദഗതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു സംശയവുമില്ല. 2029 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഹിന്ദുത്വ ശക്തികൾക്ക്, BJPക്ക് അധികാരത്തിൽ വരണമെങ്കിൽ അവരുടെ സ്വാധീന മേഖലയിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ കഴിയൂ. അവർക്ക് ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള അംഗപ്രാതിനിധ്യം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ, ലോക്സഭയിൽ അവർക്കുണ്ടാകണമെങ്കിൽ അവർക്ക് വടക്കേ ഇന്ത്യയിലെ 5-8 സംസ്ഥാനങ്ങളിൽ BJPക്ക് സ്വാധീനമുള്ള, ഹിന്ദുത്വം പൊതുബോധമായി മാറിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കൂട്ടണം. ആ ഒരു ലക്ഷ്യത്തോടെയാണ് BJPയെ, സംഘപരിവാറിനെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എല്ലാ കാലത്തും പ്രതിരോധിക്കുക മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ചരിത്രഗതിയിൽ രാജ്യം മുന്നോട്ട് വച്ചിട്ടുള്ള രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ ആധുനിക ക്ഷേമ വികസന പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തപൂർവ്വം ഏറ്റെടുത്ത് ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം. സാമ്പത്തിക സാമൂഹ്യ രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. അപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ 2011 ജനസംഖ്യാ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുക എന്താണ്? ഇവിടെ സീറ്റുകൾ കുറയും, പാർലമെൻറ്റ് അംഗത്വം കുറയും. എന്നാൽ വടക്കേ ഇന്ത്യയിൽ അത് വർദ്ധിപ്പിക്കും. BJP നേതൃത്വം, നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോടും പാർലമെൻറ്റിനോടും പറയുന്നത് എന്താണ്? ഒരു 50% സീറ്റ് വർധനമെന്ന ഫോർമുല ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ എന്ന പോലെ വടക്കേ ഇന്ത്യയിലും സീറ്റുകൾ വർദ്ധിപ്പിക്കും. അതിൻ്റെ അർത്ഥം ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ കുറയുമെന്നല്ല. നമുക്ക് കണക്കുകൾ നോക്കിയാൽ അറിയാം. ഇപ്പോൾ യു പിയിൽ 80 സീറ്റുകളാണ് പാർലമെൻറ്റിലുള്ളത്, ലോക്സഭയിലുള്ളത്. 50% സീറ്റ് വർധനമുണ്ടാകുമ്പോൾ 140-ലേറെ സീറ്റുകൾ യു പിയിൽ മാത്രമുണ്ടാകും, ബീഹാറിലുണ്ടാകും, രാജസ്ഥാനിലുണ്ടാകും, അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലുണ്ടാകും, മധ്യപ്രദേശിലുണ്ടാകും. അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം സീറ്റുകൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഈ 5-8 BJP സ്വാധീന മേഖലകളിൽ നിന്ന് BJPക്ക് നേടിയെടുക്കാൻ കഴിയും. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, സംഘപരിവാറിന് വഴങ്ങിക്കൊടുക്കാത്ത കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള BJP ഇതര ഗവൺമെൻറ്റുകൾ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണം പരിമിതപ്പെടും. ഇപ്പോൾ കേരളത്തിൽ 20 സീറ്റാണുള്ളത്. നരേന്ദ്രമോദി പറഞ്ഞ ഫോർമുല അനുസരിച്ചാണെങ്കിൽ 50% ഫോർമുല അനുസരിച്ചാണെങ്കിൽ 30 സീറ്റുകൾ കൂടും. വടക്കേ ഇന്ത്യൻ ശക്തികൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾക്ക് കേന്ദ്ര സർക്കാരിൽ വലിയ സ്വാധീനം ചെലുത്താൻ, കേന്ദ്ര സർക്കാരിൻ്റെ രൂപീകരണത്തിൽ നിർണായകമായ പങ്കാളിത്തം ഉണ്ടാവുന്നു എന്ന് മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടും. ഇന്ത്യയുടെ രാഷ്ട്രീയ ബലതന്ത്രത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിലപേശൽ ശക്തി ദുർബലപ്പെടും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രാതിനിധ്യത്തെ ദുർബലപ്പെടുത്തുന്നതും പരിമിതപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണിത്. നരേന്ദ്രമോദി പറയുന്നത്, ഇന്നലെ പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് എന്താണ്? പ്രതിപക്ഷം ചരിത്രത്തോട്, ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. എന്തിന്? വനിതാ സംവരണത്തെ അല്ല പ്രതിപക്ഷം എതിർത്തത്. വനിതാ സംവരണത്തിൻ്റെ മറവിൽ പാർലമെൻറ്റിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ, BJPക്ക് അനുകൂലമായ രീതിയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ മണ്ഡല പുനർനിർണയം നടത്തുന്ന ഭരണഘടനാ ഭേദഗതിയെയാണ് പ്രതിപക്ഷം എതിർത്തത്. 2013 സെപ്റ്റംബർ മാസത്തിൽ ഓൾറെഡി ഇന്ത്യയുടെ പാർലമെൻറ്റ് ഇരുസഭകളും വനിതാ സംവരണ ബില്ല് ഏകകണ്ഠമായി പാസ്സാക്കിയതാണ്. അത് നിയമമാണ്. 33% സംവരണം നടപ്പാക്കാം. അതിൽ നിന്ന് മാറി നിന്ന് വനിതാ സംവരണത്തെയും മണ്ഡല പുനർനിർണയത്തെയും ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ കൂട്ടിക്കുഴച്ചവതരിപ്പിക്കുകയാണ് ഈ 3 ബില്ലുകളിലൂടെ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തെ ആകെ മാറ്റി വരയ്ക്കുന്നതാണ്, അട്ടിമറിക്കുന്നതാണ്. BJPക്ക് എളുപ്പം ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയുന്ന തരത്തിൽ അവരുടെ സ്വാധീന മേഖലകളിൽ പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം കൂട്ടുന്ന നടപടിയാണിത്. ഇതിനെ അതിശക്തമായി എതിർക്കണം. ചരിത്രത്തിൽ ഒരു കാലത്തും സ്ത്രീപക്ഷത്ത് നിന്നവരല്ല ഹിന്ദുത്വവാദികൾ. 1950-കളിൽ ഇന്ത്യയിൽ നെഹ്റു സർക്കാർ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഒരു റിപ്പബ്ലിക് എന്ന നിലക്ക് നമ്മൾ രൂപം കൊടുത്തതിന് ശേഷം ഈ രാജ്യത്തെ സ്ത്രീകൾക്ക്, മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതത്തിലെ സ്ത്രീകൾക്ക് അവരുടെ കുടുംബ സ്വത്തിൽ പങ്കാളിത്തമുണ്ടാവുന്ന പിന്തുടർച്ചാവകാശം ഉറപ്പുവരുന്ന രീതിയിൽ ഹിന്ദു കോഡിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചപ്പോൾ നമുക്കറിയാം, സ്ത്രീകൾക്ക് സ്വത്ത് കൊടുക്കുന്നത്, കുടുംബ സ്വത്തിൽ പിന്തുടർച്ചാവകാശം നൽകുന്നത് ഹിന്ദു കുടുംബങ്ങളെ തകർക്കാനാണ്. അത് സ്ത്രീകളുടെ സ്വതന്ത്രമായ വ്യക്തിത്വം, കുടുംബഘടനയെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു മഹാസഭയും RSSും ജനസംഘവും ഒക്കെ പരസ്യമായിട്ട് ഹിന്ദു കോഡിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവരാണിപ്പോൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ, അവർക്ക് രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളിത്തം കൊടുക്കുന്ന ബില്ലിനെക്കുറിച്ച് അതിനെ എതിർക്കുകയാണ് പ്രതിപക്ഷം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സ്ത്രീയെ ഒരിക്കലും സ്വതന്ത്രയായ വ്യക്തിയായിട്ട്, പൗരയായിട്ട് അംഗീകരിക്കാത്ത അങ്ങേയറ്റം പ്രാചീനമായ പുരുഷാധികാരത്തിൻ്റെതായ ഒരു പ്രത്യയശാസ്ത്രം കൂടിയാണ് ഹിന്ദുത്വം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ വനിതാ സംവരണത്തിൻ്റെ മറ പിടിച്ച് തങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം ഉറപ്പുവരുത്താൻ കഴിയാവുന്ന തരത്തിൽ മണ്ഡല പുനർനിർണയം നടത്താനാണ് BJP ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ സ്ത്രീ സംവരണത്തിൻ്റെ പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെയും സ്ത്രീ സംവരണത്തിന് വേണ്ടിയുള്ള പോരാട്ടം എല്ലാ കാലത്തും അതിൻ്റെ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ഇടതുപക്ഷമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, 1960-ലാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്ത്രീ സംവരണത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ആവശ്യമുയർന്നു വന്നത്. ആരായിരുന്നു ആ ആവശ്യമുയർത്തിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു. ഞാൻ ഓർമ്മിക്കുന്നത് സഖാവ് രേണുക ചക്രവർത്തിയാണെന്നാണ്. ബംഗാളിൽ നിന്നുള്ള
പാർലമെൻറ്റ് അംഗമായിരുന്നു രേണു ചക്രവർത്തി. അവരായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന രീതിയിൽ സ്ത്രീ സംവരണം പാർലമെൻറ്റിൽ ഉണ്ടാവണമെന്ന് ആദ്യത്തെ ആവശ്യം ഉന്നയിച്ചത് അവരായിരുന്നു. തുടർന്ന് എല്ലാ കാലത്തും സ്ത്രീ സംവരണത്തിന് വേണ്ടി അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെയും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയുടെയും മുമ്പിൽ സ്ത്രീ സംവരണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കി മാറ്റുന്നതിൽ ഇടതുപക്ഷ മഹിളാ സംഘടനകൾക്ക്, മഹിളാ പ്രസ്ഥാനങ്ങൾക്ക്, ഇടതുപക്ഷ നേതാക്കൾക്ക്, സ്ത്രീ വിമോചന ആശയങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ആ ഘട്ടത്തിലെല്ലാം തന്നെ ഹിന്ദു യാഥാസ്ഥിതിക സവർണ പുരുഷാധികാര മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് സ്ത്രീ സംവരണം ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ സ്വതന്ത്രവും തുല്യയുമായ പൗര എന്ന അവകാശത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചവരാണ്, ഒളിഞ്ഞും തെളിഞ്ഞും നിലപാട് സ്വീകരിച്ചവരാണ് ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ, RSSകാർ. അവരാണിപ്പോൾ സ്ത്രീ സംവരണത്തെ പ്രതിപക്ഷം എതിർക്കുന്നു. അവർ ചരിത്രത്തോട് ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരുമെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീ സംവരണമല്ല, സ്ത്രീ സംവരണത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ ഇതാ ഞങ്ങൾ സ്ത്രീ സംവരണ ബില്ല് കൊണ്ടുവന്നു, പ്രതിപക്ഷം എതിർത്തു, അതുകൊണ്ടത് പാസ്സായില്ല. ഇത് പാസ്സാകണമെങ്കിൽ പാർലമെൻറ്റിൽ 3/2 ഭൂരിപക്ഷം വേണമല്ലോ. 3/2 ഭൂരിപക്ഷം ഭരണകക്ഷിക്കില്ലല്ലോ, NDAക്കില്ലല്ലോ. അപ്പോൾ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താനും അപവാദ പ്രചരണം നടത്താനും ചുളുവിൽ 2029 തെരഞ്ഞെടുപ്പിൽ BJPക്ക് തുറന്നും അധികാരം ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിൽ തങ്ങളുടെ സ്വാധീന പ്രദേശങ്ങളിൽ മണ്ഡല പുനർനിർണയത്തിൻ്റെ മറവിൽ സീറ്റുകൾ കൂട്ടാനുമുള്ള വളരെ കുടിലമായ നീക്കമാണ്. ഇതിനെതിരായിട്ട് എല്ലാ ജനാധിപത്യവാദികളും അതിശക്തമായ പ്രതിഷേധം ഉയർത്തണം.